ഹലോ മാഡം, എന്താ പരിപാടി? പാക്കിങ്ങാ? എവിടെയാ യാത്ര? താജ്മഹലിൽ പോന്നാ? അത് ശരി. കുറേ ഡ്രസ് ഉണ്ടാ? ഈ രണ്ട് ബാഗാ എടുക്കുന്ന? ഞാനിവിടെ മുടി വരെ വാരിയിട്ടില്ല. അവള് ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്. അവള് കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങി. നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങും കേട്ടോ, ആഗ്രയിലേക്ക് കേട്ടോ. എല്ലാവരും ഇതേ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഉമ്മ ഉണ്ട്, ആരിഫ് ഉണ്ട്, എല്ലാം റെഡി ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്കാണ് നടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടുന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. ഏകദേശം സമയമായി 2:40 ട്രെയിന്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്താൻ തന്നെ 1 മണിക്കൂർ വേണം. പ്ലാറ്റ്ഫോം നമ്പർ 4-ലാട്ടോ. ഇത് 31 നമ്പറാണ്. ഓള് കയറിക്കോളൂ, നിങ്ങൾ കയറി.
2 चाय और कॉफी. നല്ല കാറ്റ്. എനിക്കും നല്ല അടിപൊളി സീറ്റ് കിട്ടിയിട്ടുണ്ട്. കാലി കേട്ടോ, ആരുമില്ല. ഏകദേശം നീലേശ്വരം കഴിഞ്ഞു. ഇപ്പോൾ ഉമ്മ ഇരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടോ, അതാണ് ശരിക്കും നമ്മളെ സീറ്റ്, മേലയിലും തായാലും. അപ്പോൾ ഇവിടെ കാലി കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി രാത്രി കിടക്കുമ്പോൾ ഞാനും ആരിഫും അപ്പുറത്തേക്ക് പോകും. ആ മേലയിലും തായാലും പിന്നെ അപ്പുറത്തൊരു ബെർത്തും കൂടിയുണ്ട് നമുക്ക്, അപ്പുറത്തെ സൈഡ്. അപ്പോൾ അവിടെ ഒരാൾ ഷെയർ ഉണ്ട് കേട്ടോ. ഒരു RICൻ്റെ കാറ്റഗറി ആയതുകൊണ്ട് കൂടെ ഒരാൾ ഷെയറും ഉണ്ടാവും. അപ്പോൾ ഇരിക്കാൻ കിടക്കാം, അങ്ങനെ മാറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം. 2 ദിവസം ഇപ്പോൾ ട്രെയിനിലിരിക്കണം. പോകുന്നത് ആഗ്രയിലേക്കാണ്, താജ്മഹൽ കാണാൻ. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണാൻ. 7 വണ്ടറിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നത് ഉമ്മാനെയും ആരിഫാനൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. പിന്നെ ഏറ്റവും വലിയ സർപ്രൈസ് ഉണ്ട്, എൻ്റെ അനിയൻ ജയ്പൂരിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. അവരും താജ്മഹലിലേക്ക് വരുന്നുണ്ട്. അവനെ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. ഉമ്മ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ താജ്മഹൽ കാണാൻ വേണ്ടി വന്നതല്ല, ഉമ്മ വരുന്നത് തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു ഉമ്മ. അപ്പോൾ ഫൈവിനെ അവിടെ നിന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരുന്നത് കൂടി പിടിച്ച് വന്നതാണ്, സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ. ഉമ്മമാർ ഭയങ്കര സംഭവമല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കും അല്ലേ. ഉമ്മമാരെ സമ്മതിക്കണം. അങ്ങനെ ഒരു ഉമ്മയാണ്. മഷീട്ട് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ഉമ്മാനെ നമുക്ക് വേറെ എവിടെയും കാണും, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ യാത്ര തുടരുന്ന 2 ദിവസം നമ്മളെ വീടും തറവാടും ഒക്കെ 2 ദിവസം ഈ ട്രെയിനായി. ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ പറ്റുമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്നറിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്യണം ഓരോ ദിവസത്തെ. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഏകദേശം സമയം 5:24. 2:50 ട്രെയിനിൽ കയറിയതാണ്. നീലേശ്വരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ആഗ്രയിലെത്തുമ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി കാലത്ത് 10 മണിക്കാട്ടോ ആഗ്രയിലെത്താൻ. അതുപോലെ തന്നെ ഈ ഒരു പിലോ കാണിക്കുന്നത് ഇത് ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ഇപ്പം വാങ്ങിച്ചത്. അതിൽ ഓൾറെഡി ഉമ്മ തല വെച്ചിട്ട് കിടക്കുന്നുണ്ട് അവിടെ. നല്ല അടിപൊളി പില്ലോ കേട്ടോ. നമ്മുടെ പണ്ട് ഈ എയറൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതന്നെ സാധനം. 2 150 രൂപയുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനം ട്രെയിനിൽ വിൽക്കാൻ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ സാധനം ഇതേപോലെ വാങ്ങിക്കും. ഇത് ശരിക്കും യൂസ്ഫുള്ളാണ്. നമുക്ക് തലവേദനിക്കില്ല കിടക്കുമ്പോൾ, കാരണം AC അല്ലല്ലോ, സ്ലീപ്പറാണ്. നമുക്ക് ബെറ്റ് ചെയ്യാൻ മറ്റേ തലയാണയില്ലല്ലോ. ഇത് സോഫ്റ്റാണ്, എന്നാലും ആ തലയാണയ്ക്ക് കിട്ടുന്ന ഒരു പവർ ഉണ്ടാവില്ല. അടിപൊളി. 150 രൂപയുണ്ട് 2 എനിക്കെന്താ പറയാനുള്ളത്? ഇത് വേണ്ടേ? എന്താ പറയാനുള്ളത്? പറ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ താജ്മഹൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുള്ളത്. ഇതുവരെ ഇങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്, പക്ഷെ താജ്മഹൽ കാണാനുള്ള ഒരു വലിയ സ്വപ്നം. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ആടെ പോകണം, ഇവിടെ പോകണം, ആടെ പോകുന്നു, നല്ല രസമുണ്ട്, അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആരും ഇങ്ങനെ കൂട്ടിട്ട് പോകും, അങ്ങനെയുള്ള കല്യാണം മുന്നേ അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടായില്ല. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മാപ്പിള ഇങ്ങനെ കൂട്ടിട്ട് പോകാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതെല്ലാം എൻ്റെ ഭയങ്കര വലിയ സന്തോഷം. പിന്നെ ഡേ 1 ആയിട്ടേ ഉള്ളൂ. 2 ദിവസം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൻ്റെ മൊത്തം കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ബാത്റൂമിൻ്റെ അവിടുത്തെ വരെ പോയി. പിന്നെ ബാത്റൂം നേരത്തെ കാണിക്കാണ്ടിരുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മോശമല്ല, അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. ഏതായാലും 2 ദിവസം ഉണ്ടല്ലോ, ഇത് ട്രെയിനിലും അതിലെ യാത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം, അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്ന ഉമ്മയാണ്, ക്യാമറമാൻ അല്ല ക്യാമറ ഗേൾ സാജിക്കൊപ്പം ആരിഫയും സിഫാറും. റെയിൽവേന്നുള്ള ആദ്യത്തെ ഫുഡ് കേട്ടോ ഇത്. എന്താ വാങ്ങിച്ചത്? ചപ്പാത്തിയോ?
മുട്ടക്കറിയോ? പൊട്ടിക്ക്. ആ പൊട്ടിക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ. രണ്ട് മുട്ടകളുണ്ടല്ലോ. ചപ്പാത്തി എത്ര ഉള്ളത്? നിങ്ങൾ അയച്ചു നോക്കിയ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് റെയിൽവേന്റെ ഫുഡ് പച്ച അബദ്ധമായിരിക്കുന്നതാണ്. പക്ഷെ അത് എങ്ങനെയുണ്ട് എന്ന് വാങ്ങിച്ചു ഫസ്റ്റ് ഭക്ഷണമാണ് ഇന്നത്തെ യാത്രയുടെ. ഇപ്പം നമ്മൾ ഏകദേശം മംഗലാപുരം എത്തി. ഇനി ഒരുപാട് പോകാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് റെയിൽവേൻ്റെ സൈറ്റിൽ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതാകുമ്പോൾ പുറത്തുള്ള നല്ല നല്ല ഹോട്ടലിലെ ഫുഡുകൾ നമുക്ക് വെട്ടിക്കാൻ പറ്റും. ഇതിപ്പോൾ റെയിൽവേയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യും, ഇവിടെ തന്നെ ഓർഡർ ചെയ്യും. എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഇതുവരെ റെയിൽവേൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ചെയ്തു. കഴിച്ചവരെന്തായാലും പറയുന്നത് ചോര എന്നാണ്, ടേസ്റ്റ് ഇല്ലായിരുന്നു.